കേരളത്തിൽ CPM ഇടപെട്ട് നടത്തിക്കൊടുത്ത ഒരു ഉത്തരേന്ത്യൻ പെൺകുട്ടിയുടെ കല്യാണം കേസായി. എന്ത് പറ്റിയടാ? പിന്നെന്താ ചെയ്യാ, ഞാനൊരു വഴിയും കാണുന്നില്ല. അരിമാനൂർ ക്ഷേത്രത്തിൽ വെച്ച് മന്ത്രി വി ശിവൻകുട്ടിയും A റഹീമും ഒക്കെ പങ്കെടുത്ത് അവരുടെ മുൻകൈയിൽ നടന്ന വിവാഹ ചടങ്ങായിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും എന്നാൽ ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തെളിയുകയാണ്. വിവാഹ സമയത്ത് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായമെന്ന് തെളിയുകയാണ്. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഇനി ഇത് തീർക്കാനാ പാട്. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മധ്യപ്രദേശ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. 2009 ഡിസംബർ 30 ജനിച്ച പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് പ്രായം 16 വയസ്സ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? മുസ്ലിം യുവാവിനെ വിവാഹം കഴിക്കുന്നതിലുള്ള എതിർപ്പിനെ നേരിടാൻ പെൺകുട്ടിക്കൊപ്പം നിന്നുവെന്നും രാത്രിയാവുമ്പോ ഇതിനപ്പുറം ചെയ്യണം, എന്നാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. റിയൽ കേരള സ്റ്റോറി എന്നുമൊക്കെ വലിയ ഹൈപ്പും ചർച്ചയും ഒക്കെ ആയ സംഭവമാണിപ്പോൾ തിരിഞ്ഞു കുത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നത്. പ്രായം സംബന്ധിച്ച് അന്നേ ഉയർന്ന ആക്ഷേപങ്ങൾക്ക് ഈ പെൺകുട്ടിയും ഭർത്താവും തന്നെ മറുപടി പറയുന്നുണ്ടായിരുന്നു. വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഹാജരാക്കിയത് പക്ഷേ വ്യാജ ജനന സർട്ടിഫിക്കറ്റും വ്യാജ ആധാർ കാർഡും എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട്. മതനിരപേക്ഷതയുടെ മാതൃകയാണ് കേരളം എന്നായിരുന്നു MV ഗോവിന്ദൻ വിവാഹത്തെ പിന്തുണച്ചുകൊണ്ട് വിശേഷിപ്പിച്ചത്. ആ പ്രതികരണം കൂടി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അവരെ ആശംസിക്കുക, അവരെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളത്. സാകളെ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരു മലയാളിയും അഭിമാനം കൊള്ളണം, ഇതൊരാഘോഷമാക്കി മാറ്റണം. CPM നേതാക്കൾ എന്തായാലും പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മൾ മന്ത്രിയുടെയും അതോടൊപ്പം MP-യുടെയും ഒക്കെ പ്രതികരണത്തിന് ശ്രമിച്ചു, പക്ഷെ അവരാരും തന്നെ ഇപ്പോൾ ഒന്നും പറയാൻ തയ്യാറല്ല. ഇതാ പറഞ്ഞത്, ഒരു നല്ല ഐഡിയയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുതെന്ന്. ഇതിപ്പോൾ കേസായി മാറിയിരിക്കുന്നു, അതും പോക്സോ കേസായി മാറിയിരിക്കുന്നു. കേസിനെ ഇനിയിപ്പോൾ നിയമപരമായി നേരിടുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള വഴി. നിങ്ങൾ പറയണ എന്ത് വേണമെങ്കിലും ചെയ്യാം, നാട്ടുകാരെ വിളിച്ചുകൂട്ടി നാട്ടിക്കരുത്. അയ്യോ, ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ. ഇനി ഒരു മൈക്കും ഒരു സൈക്കിളും എടുത്തോണ്ട് ഞാൻ ഇറങ്ങാൻ പോവാ.